നമസ്കാരം. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഗുജറാത്തിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഖംഭാത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ ചിരാഗ് പട്ടേൽ നിലവിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. MLA സ്ഥാനം രാജിവെക്കുന്നതിന് പിന്നിൽ പാർട്ടി നേതൃത്വമാണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഗുജറാത്തിലെ 182 അംഗ നിയമസഭയിൽ 17 MLA-മാരാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ചിരാഗ് പട്ടേൽ കൂടി പാർട്ടി വിട്ടതോടുകൂടി കോൺഗ്രസിന്റെ MLA രുടെ എണ്ണം 16ആയി ചുരുങ്ങിയിട്ടുമുണ്ട്. ഗുജറാത്ത് നിയമസഭാ സ്പീക്കറായ ശങ്കർ ചൗധരിക്കാണ് നിലവിൽ അദ്ദേഹം രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. രാജിക്കത്ത് നൽകുമ്പോൾ പട്ടേലിനൊപ്പം ഗുജറാത്തിലെ BJP ഉപാധ്യക്ഷൻ ഭാരത് ഘോരയും ഉണ്ടായിരുന്നു. തന്റെ നിയോജക മണ്ഡലത്തിലെ ആളുകളുമായി കൂടിയാലോചിച്ച ശേഷം തന്നെയാണ് കോൺഗ്രസ് പാർട്ടി വിടാനുള്ള തീരുമാനമെടുത്തതെന്ന് കൂടി ചിരാഗ് പട്ടേൽ പറയുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല തനിക്ക്. ഈ പാർട്ടിക്കുള്ളിൽ പല നേതാക്കളും വളരെ അസ്വസ്ഥരാണ്. ഗ്രൂപ്പിസം പാർട്ടിയിൽ വളരെ കൂടുതലുമാണ്. തെറ്റുകൾ തിരുത്താൻ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല എങ്കിൽ ഇനിയും കൂടുതൽ നേതാക്കൾ കോൺഗ്രസ് വിട്ട് പുറത്തു വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ചിരാഗ് പട്ടേൽ നൽകുന്നുണ്ട്. എന്തായാലും പട്ടേലിന്റെ രാജി സ്വീകരിച്ചതായി സ്പീക്കർ അറിയിച്ചിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം BJP-യിലേക്ക് വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. പ്രത്യേകിച്ചും BJP-യുടെ ഉപാധ്യക്ഷൻ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ MLA തീർച്ചയായും BJP-യിലേക്ക് വരും എന്ന് തന്നെയാണ്. അങ്ങനെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധവും ധർണവും ഒക്കെ പാർലമെന്റിന്റെ പടിക്കൽ നടക്കുന്നതിനിടയിൽ തന്നെ ഗുജറാത്തിൽ നിന്നും അവരുടെ ഒരു MLA നിയമസഭയുടെ പടിയിറങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.